ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൾസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഒക്കെ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് ടേമിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതുക? കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയൽ പാർട്ട്, ഇതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാണ്, ഒരു എ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എ കോസ് ഒമേഗ ടി പ്ലസ് ഐ എ സൈൻ ഒമേഗ ടി. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണെന്ന് പറഞ്ഞു, എ കോസ് ഒമേഗ ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഈ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു കോംപ്ലക്സ് ഇക്വേഷനിലെ റിയൽ പാർട്ടാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ടേം ഇതാണ് റൊട്ടേറ്റിംഗ് വെക്റ്റർ, അതങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ളത് ഗ്രാഫിക്കലി ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിൻ്റെ ടേമിൽ കോംപ്ലക്സ് പ്ലെയിൻ, അതായത് എക്സ് ഐ വൈ പ്ലെയിനിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ റൊട്ടേറ്റിംഗ് വെക്ടർ ഇതാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയും അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് വിത്ത് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് വെക്ടറിന് ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു അതായത് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടേമാണ്, അതായത് എ കോസ് ഒമേഗ ടി ആണ് എക്സ്, അല്ലേ? എ കോസ് ഒമേഗ ടി. ഐ വരുന്നത് വൈ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, വിച്ച് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഈ വെക്ടർ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ പി, ആൻഡ് ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് വെക്ടർ. അങ്ങനെ രണ്ട് ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒമേഗ പി ഈക്വൽ ടു ഒമേഗ, അതായത് ഫ്രീക്വൻസി ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോഗ്രാഫ് ടേക്കൺ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് വെക്ടർ റിമെയിൻ സ്റ്റേഷനറി വെക്ടർ ആയിരിക്കും. ഓക്കെ, അതായത് ഹാർമോണിക് ഓസിലേഷൻ റിമെയിൻസ് അറ്റ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല, അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ ഒമേഗ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ പി. അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഒമേഗ മൈനസ് ഒമേഗ പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അല്ലേ? ഒമേഗ പിന്നേക്കാൾ വലുതാവുമ്പം ഒമേഗ മൈനസ് ഒമേഗ പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും? ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ വെക്ടർ റൊട്ടേറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് വിത്ത് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ മൈനസ് ഒമേഗ പി. അപ്പോൾ ഈ വെക്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും വിത്ത് എ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ മൈനസ് ഒമേഗ പി. നൗ വെൻ ഒമേഗ ഈസ് ലെസ് ദാൻ ഒമേഗ പി ആണെങ്കിൽ ഈ വെക്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും വിത്ത് ആൻ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ മൈനസ് ഒമേഗ പി. അപ്പോൾ ഒമേഗ മൈനസ് ഒമേഗ പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും നെഗറ്റീവ് ആവുമ്പോൾ. പോസിറ്റീവ് ആവുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്, അതായത് സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഹാർമോണിക് ഓസിലേഷൻ കൺസിഡർ ചെയ്യാണ്. നേരത്തെ പോലെ തന്നെ നമ്മളുടെ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൽ അപ്പോൾ രണ്ട് ടേം ഉണ്ടായിരിക്കും, ഒന്ന് ഒമേഗ 1 ഒന്ന് ഒമേഗ 2. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡും ആണ്. അപ്പോൾ എ കോസ് ഒമേഗ 1 ടി പ്ലസ് എ കോസ് ഒമേഗ 2 ടി അതായിരിക്കും റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പോലെ തന്നെ നമുക്കിതിനെ കോംപ്ലക്സ് ടേമിലേക്ക് എഴുതുമ്പം സൈ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് ടേം ആയതാണ്. സൈ സി ഓഫ് ടി ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ഒമേഗ 1 ടി പ്ലസ് എ ഇ റേസ് ടു ഐ ഒമേഗ 2 ടി.
ഒമേഗാസ് ഡിഫറെൻ്റ് ആണ്, ദിസ് ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് സെയിം ആണ്. ഓക്കെ, നൗ നമ്മൾ കൺസിഡർ ചെയ്യാണ് ദിസ് ഒമേഗ പി എന്തായിരുന്നു? ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോഗ്രാഫ് ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ എ വി ആണെങ്കിൽ, ഒമേഗ എ വി എന്ന് പറയുന്നത് ഇവിടെ 2 വേവ് ആണുള്ളത്. അപ്പോൾ 2 വേവിൻ്റെ ω1 + ω2/2 അതാണ് ആവറേജ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ പി ഈക്വൽ ടു ഒമേഗ എ വി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദെൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ തന്നെ ω2 ഈസ് ഗ്രേറ്റർ ദാൻ ω1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ω2 - ω1 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ബിക്കോസ് ω2 ഈസ് ഗ്രേറ്റർ ദാൻ ω1. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഫ്രീക്വൻസീനെ കൺസിഡർ ചെയ്യുക, അതായത് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ദി റൊട്ടേറ്റിംഗ് വെക്റ്റർ. ഓക്കെ, നൗ ω2 - ω p അപ്പോൾ എന്തായിരിക്കും? ω2 - ω p എന്ന് പറയുന്നത് വി നോ ദിസ് ω p എന്ന് പറയുന്നത് ഇവിടെ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം ω1 + ω2/2 ആണെന്ന്. സോ ദിസ് ω2 - ω1 + ω2/2 എന്ന് പറയുമ്പം വി വിൽ ഗെറ്റ് ω2 - ω1/2. ഓക്കെ, ഹിയർ നമ്മൾ ω2 - ω p എന്ന് എടുക്കുമ്പം നമുക്കറിയാം ω p എന്ന് പറയുന്നത് എന്താണ്? ω1 + ω2/2 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2ω2 - ω2 എന്ന് പറയുന്നത് 2ω2 - ω2 എന്ന് പറയുമ്പോൾ ω2 കിട്ടും, മൈനസ് ω1/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ω2 - ω1/2 എന്ന് കിട്ടും. അപ്പോൾ വിച്ച് ഈസ് എ പോസിറ്റീവ് വാല്യൂ. ഇവിടെ ദിസ് ω2 എന്ന് പറയുന്നത് എന്തായിരുന്നു? സെക്കൻഡ് ഹാർമോണിക് വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി. ω p എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോഗ്രാഫ് ഓഫ് ദി റൊട്ടേറ്റിംഗ് വെക്റ്റർ അല്ലേ? സിമിലർലി നമ്മൾ ω1 - ω p എന്ന് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ω1 - ω2/2 എന്ന് കിട്ടും, വിച്ച് ഈസ് എ നെഗറ്റീവ് വാല്യൂ. ഫ്രം ദിസ് വി വിൽ ഗെറ്റ് ω2 - ω1 എന്ന് പറയുന്നത് പോസിറ്റീവും ω1 - ω2 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ഹാർമോണിക് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, വിച്ച് ഈസ് A/t cos ω/AVT. അതായത് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ നേരത്തെ കാണിച്ച നമ്മളുടെ ആ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ വെക്റ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും വിത്ത് ആൻ ആംഗുലാർ ഫ്രീക്വൻസി ω2 - ω p. ആൻഡ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി, റൊട്ടേറ്റിംഗ് വെക്ടറിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω1 - ω p ആയിരിക്കും. ആൻഡ് റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൽ ദിസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടൈം വേരിയിങ് ആണ്, അതായത് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരും. അതുപോലെ റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ω/AV എന്ന് പറയുന്നത് എന്താണ്? ω1 + ω2/2. അപ്പോൾ ദിസ് ആംഗുലാർ ഫ്രീക്വൻസി, റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ പൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് പൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കൺസിഡർ ചെയ്യുക, അപ്പോൾ നമ്മൾ ഹാർമോണിക് ഓസിലേഷൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ ഹാർമോണിക് ഓസിലേഷൻ വേവിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ രണ്ട് ഹാർമോണിക് ഓസിലേഷൻസ് സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുക n നമ്പർ ഓഫ് ഹാർമോണിക് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേരിയിങ് ഫ്രം ω1 to ω2. അതായത് ഏറ്റവും മിനിമം ആംഗുലാർ ഫ്രീക്വൻസി ω1, ഏറ്റവും മാക്സിമം ω2. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആംഗുലാർ ഫ്രീക്വൻസി ഉള്ള ഒരുപാട് ഹാർമോണിക് വേവ്സ് ആണ് സൂപ്പർ ഇമ്പോസ് ചെയ്തേക്കുന്നത്. എല്ലാത്തിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. അതുപോലെ അവരുടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്, ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള കേസിൽ അവരുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് δω = ω2 - ω1 എന്നാണ് എഴുതുന്നത്. ഇതാണ്
maximum angular frequency, this is the minimum. So this is the bandwidth of superimposed wave, delta omega. ഓക്കെ, അതുപോലെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അറിയാലോ, എ ഇ റേസ് ടു ഐ ഒമേഗ ടീനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് ഒരു റിയൽ പാർട്ട് ഉണ്ട്, കോംപ്ലക്സ് പാർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ടിൽ തന്നെ എ കോസ് ഒമേഗ 1 ടി പ്ലസ് എ കോസ് ഒമേഗ 2 ടി പ്ലസ് എ കോസ് ഒമേഗ 3 ടി പ്ലസ് എക്സെട്ര എ കോസ് ഒമേഗ എൻ ടി എന്ന് വരും അല്ലേ. പ്ലസ് സൈൻ ടേം വരുമ്പോൾ ഐ എ സൈൻ ഒമേഗ 1 ടി പ്ലസ് ഐ എ സൈൻ ഒമേഗ 2 ടി പ്ലസ് എക്സെട്ര ഐ എ സൈൻ ഒമേഗ എൻ ടി. അങ്ങനെ എൻ നമ്പർ ഓഫ് റിയൽ ടേമും എൻ നമ്പർ ഓഫ് ഇമാജിനറി ടേമും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എൻ നമ്പർ ഓഫ് ഹാർമോണിക് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാക്സിമം ആയി നിൽക്കുകയും മേ ബി ഇറ്റ് ഈസ് 1 നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അതർ ടൈംസിൽ അത് 0 ആയി നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇതിൽ ഇത് 0 ആയി നിൽക്കുന്ന ടൈമാണ് കൂടുതൽ. ആൻഡ് ദിസ് മാക്സിമം ആയി നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഫങ്ഷൻ ഈസ് നോൺ ആസ് പൾസസ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നത് എൻ നമ്പർ ഓഫ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് റൊട്ടേറ്റിംഗ് വെക്റ്റർ ഇൻ എ കോംപ്ലക്സ് പ്ലെയിൻ അത് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൾസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പൾസസിനെ നമ്മൾ പറയുന്നത് വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, ടൈമിനനുസരിച്ചിട്ട് അത് ചേഞ്ച് വരുന്നുണ്ട്, പക്ഷേ അത് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ ആയി നിൽക്കുന്നത് ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമാണ്. അതർ ടൈമിൽ മെജോറിറ്റി ടൈമിലും അത് 0 ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഫങ്ഷനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം 0 ഓൺലി ഡ്യൂറിങ് എ ലിമിറ്റഡ് ടൈം ഇൻ്റർവൽ. നമ്മൾ ബാൻഡ്വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനെ ഡെൽറ്റ ഒമേഗ ബൈ 2π ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ഒമേഗ 2/2π ഒമേഗ 1/2π ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിച്ച് ഈസ് ലീനിയർ ഫ്രീക്വൻസി. ദിസ് ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് ദ ലീനിയർ ഫ്രീക്വൻസി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഡെൽറ്റ ന്യൂ ഈക്വൽ ടു ന്യൂ2 മൈനസ് ന്യൂ1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബാൻഡ്വിഡ്ത്തിനെ നമുക്ക് ലീനിയർ ഫ്രീക്വൻസിയുടെ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി ഈ ബാൻഡ്വിഡ്ത്തും, അതായത് ഇവിടെ ഇപ്പോൾ ഒരുപാട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ കിട്ടിയ ബാൻഡ്വിഡ്ത്ത്, അതും അതുപോലെ പൾസ് ജനറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ചെറിയ ടൈം ഡ്യൂറേഷൻ, അതിനെ നമ്മൾ ഡെൽറ്റ ടി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് പറയാം ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാർമോണിക് വേവ്സ്, സൂപ്പർ ഇമ്പോസ് ചെയ്ത ഒരുപാട് നമ്പർ ഓഫ് വേവ്സിൻ്റെ ബാൻഡ്വിഡ്ത്താണ് ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത്. സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ വേവിൻ്റെ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു പൾസ് ജനറേറ്റ് ചെയ്യുമെങ്കിൽ ദെൻ ദ ടൈം ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് പൾസ് എന്ന് പറയുന്നതാണ് ഡെൽറ്റ ടി. ഓക്കെ, അതായത് കുറേ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഡെൽറ്റ ന്യൂ ആണ്. അതൊരു പൾസ് ജനറേറ്റ് ചെയ്തു ആൻഡ് ആ പൾസിൻ്റെ ടൈം ഡ്യൂറേഷൻ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും, വിച്ച് ഈസ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/ഡെൽറ്റ ന്യൂ എന്ന് എഴുതാം. ഓക്കെ, അതായത് ടൈം ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് പൾസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/ഡെൽറ്റ ന്യൂ ആവാം, നോട്ട് ലെസ് ദാൻ 1/ഡെൽറ്റ ന്യൂ. ലെസ് ദാൻ 1/ഡെൽറ്റ ന്യൂ ആവില്ല, ഒന്നില്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1/ഡെൽറ്റ ന്യൂ ആയിരിക്കും പൾസിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാക്ട് ഫോം ഓഫ് പൾസസ് നോക്കാം. അതായത് നമ്പർ ഓഫ് വേവ്സ്, ഹാർമോണിക് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പം വിച്ച് ഈസ് ദ ഫ്രീക്വൻസി റേഞ്ചിങ് ഫ്രം ഒമേഗ 1 ടു ഒമേഗ 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒമേഗ 1നും ഒമേഗ 2നും ഇടയ്ക്ക് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി ഉള്ള നമ്പർ ഓഫ് ഹാർമോണിക് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പം കിട്ടിയ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് A/ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഡെൽറ്റ ഒമേഗ കോസ് ഒമേഗ 1t പ്ലസ് ഡെൽറ്റ ഒമേഗ കോസ് ഒമേഗ 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ഒമേഗ കോസ് ഒമേഗ 1 പ്ലസ് 2 ഡെൽറ്റ ഒമേഗ ടി പ്ലസ് എക്സെട്ര. ആൻഡ് ലാസ്റ്റ് ടേം ഇസ് ഡെൽറ്റ ഒമേഗ കോസ് ഒമേഗ 2 ടി ഇസ് റെപ്രസെൻറ്റഡ് ആസ് ഐ ഓഫ് ടി ഈക്വൽ ടു എ ഓഫ് ടി കോസ് ഒമേഗ എ വി ടി എന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടും എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോം നമുക്ക്
ഫെമിലിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വേവ്സ് എന്ന് പറയുന്നത് ω1 തൊട്ട് ω2 വരെ ഫ്രീക്വൻസി ഉള്ള ആംഗുലാർ ഫ്രീക്വൻസി ഉള്ള ഡിഫറെൻറ്റ് n നമ്പർ ഓഫ് വേവ്സ് ആണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ഫോം ഇതിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് പാർട്ട് എ ഓഫ് ടീനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എ സൈൻ n ഡെൽറ്റ ω/t/2 ബൈ സൈൻ ഡെൽറ്റ ω/t/2 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് പാർട്ടിനെ. ഇനി നമുക്കറിയാം ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ n തീറ്റ ബൈ സൈൻ തീറ്റ. ഇതിനെ നമുക്ക് n തീറ്റ ബൈ തീറ്റ എന്നെഴുതാം അല്ലേ. വെൻ തീറ്റ ടെൻസ് ടു 0 ആകുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി ഇത് പഠിച്ചിട്ടുണ്ടാവും n തീറ്റ ബൈ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു n എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിനെയും നമ്മൾ അതേപോലെ വെൻ t ടെൻസ് ടു 0 ഈ ടേം എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് n ഡെൽറ്റ ω/t/2 ബൈ ഡെൽറ്റ ω/t/2 എന്നെഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് n കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷനെ റീപ്ലേസ് ചെയ്ത് എഴുതാം. അതായത് ഹിയർ t ടെൻസ് ടു 0 ആയതുകൊണ്ട് ഇവിടെ a ഓഫ് 0 ഈക്വൽ ടു ദിസ് a, പിന്നെ ഈ ഒരു ടേമിനെ നമുക്ക് ഇതുപോലെ n എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ a എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് a ഓഫ് 0 ബൈ n. എഗെയിൻ ഈ a ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇറ്റ് വിൽ a ഓഫ് ടി, ഈ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, a ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്ക് പകരം നമ്മൾ ഇവിടുത്തെ a ഓഫ് 0 ബൈ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി സൈൻ n ഡെൽറ്റ ω/t/2 ബൈ സൈൻ ഡെൽറ്റ ω/t/2. നൗ നമ്മൾ കൺസിഡർ ചെയ്യാണ് ദിസ് ഡെൽറ്റ ω ടെൻസ് ടു 0 ആവുമ്പോൾ വി ക്യാൻ റൈറ്റ് സൈൻ ഡെൽറ്റ ω/t/2 ടെൻസ് ടു ഡെൽറ്റ ω/t/2. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ലേ വെൻ തീറ്റ ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്ക് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടേമിനെ നമുക്ക് ഡെൽറ്റ ω/t/2 എന്ന് എഴുതാം. അതുപോലെ ഈ ടേമിനെ നമുക്ക് സൈൻ n ഡെൽറ്റ ω/t/2 എന്നുള്ളത് വെൻ ഡെൽറ്റ ω ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്ക് n ഡെൽറ്റ ω/t/2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സൈൻ ഡെൽറ്റ ω/t/2നെ നമുക്ക് ഡെൽറ്റ ω/t/2 നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതി. വി നോ n ഡെൽറ്റ ω എന്ന് പറയുന്നത് ഡെൽറ്റ ബാൻഡ് വിഡ്ത്ത് ആണ്, ഡെൽറ്റ ഒമേഗയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടേമിന് n ഡെൽറ്റ ഒമേഗയ്ക്ക് നമ്മൾ ഡെൽറ്റ ഒമേഗ എന്ന് എഴുതുകയാണ്. ഓക്കെ, വി നോ n എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ ബൈ ദിസ് സ്മോൾ ഡെൽറ്റ ഒമേഗ എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷനും ഇവിടുത്തെ ഡെൽറ്റ ഒമേഗ ടെൻസ് ടു 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ദിസ് ടെൻസ് ടു ദിസ് ആൻഡ് n ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ, ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് a ഓഫ് 0 ബൈ ഡെൽറ്റ ഒമേഗ ഇൻറ്റു ചെറിയ ഡെൽറ്റ ദിസ് ഡെൽറ്റ ഒമേഗ എന്ന് കിട്ടും. ദിസ് ഇസ് ദ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് അതേപോലെ എഴുതാം. ആൻഡ് ദിസ് ഡെൽറ്റ ഒമേഗ നമ്മൾ മുന്നേ എഴുതിയ ടേമിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഈ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് മുന്നേ എഴുതിയ അതേ ടേംസിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇനി നമ്മളിവിടെ ഓൾറെഡി ഡെൽറ്റ ഒമേഗ ടെൻസ് ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനാണ് കൊടുത്തത്. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ സമ്മേഷനെ ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സമ്മേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനായിട്ട് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ω1 ടു ω2 കോസ് ω t dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ടായിരിക്കും വിച്ച് ഇസ് നമ്മൾ എങ്ങനെ എഴുതാറ്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a ഓഫ് ഒമേഗ സൈൻ ω t d ഒമേഗ പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി b ഓഫ് ഒമേഗ കോസ് ω t d ഒമേഗ. അതായത് ഫോറിയർ ഇൻ്റഗ്രലിൽ രണ്ട് ടേം ഉണ്ട്, ഒന്ന് സൈൻ ω tയുടെ ടേം, അടുത്തത് കോസ് ω tയുടെ ടേം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കോസ് ω tയുടെ ടേം മാത്രമേ ഉള്ളൂ. ദിസ് ആദ്യത്തെ ടേം സൈൻ ω tയുടെ ടേം, അതായത് a ഓഫ് ഒമേഗയുടെ ടേം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ a ഓഫ് ഒമേഗ ആൻഡ് b ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഫോറിയർ കോഎഫിഷ്യൻസ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ a ആൻഡ് b തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം എന്താണ് കിട്ടുന്നത്, ദിസ് a ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് കോസ് ഒമേഗ tയുടെ ടേം നമ്മളുടെ ഇക്വേഷനിൽ കോസ് ഒമേഗ tയുടെ ടേം മാത്രമേ ഉള്ളൂ അല്ലേ. സൈൻ ഒമേഗ t എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഇക്വേഷനിലില്ല. അതായത് a ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 0 ഫോർ ഓൾ ഒമേഗ, അതായത് ഫസ്റ്റ് ടേം ഈസ് ആബ്സെൻറ്റ് ഇൻ ദ ഇക്വേഷൻ. സോ a ഓഫ് ഒമേഗ ഈക്വൽ ടു 0 ഫോർ ഓൾ ഒമേഗ. അതുപോലെ ഇൻ ബിറ്റ്വീൻ ω1 ആൻഡ് ω2 ആണെങ്കിൽ b ഓഫ് ഒമേഗ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ a ഓഫ് 0 ബൈ ഡെൽറ്റ ഒമേഗ ആയിരിക്കും.
ഓക്കെ, ഒമേഗ 1 ആൻഡ് ഒമേഗ 2 അത്രയും ഫ്രീക്വൻസി ഉള്ള റേഞ്ചാണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒമേഗ 1 താഴെയും ഒമേഗ 2 മുകളിലും ആ ഒരു റേഞ്ച് ആക്സെപ്റ്റബിൾ അല്ല. ഇൻ ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 അതിനിടയ്ക്കുള്ള ബി ഓഫ് ഒമേഗ എന്ന് പറയുന്ന വാല്യൂ A(0/Δω) ആയിരിക്കും. അതിൻ്റെ ഒമേഗ 1 താഴെയും ഒമേഗ 2 മുകളിലും ഉള്ള ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ കോസ് ഒമേഗ ടിയുടെ ടേം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു ടേമിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബി ഓഫ് ഒമേഗയ്ക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത് ഇൻ ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2. അതാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. This is the displacement of the superimposed resultant waves with the frequency ranging from omega 1 to omega 2 and same amplitude. Okay.